ഡുണ്ടുണ്ടോ പി ക്രിസ്മസ് മണ്ണാങ്കട്ട പിന്നെന്തോ ഗീവർഗീസ് കുന്തറ പറഞ്ഞാണ്ടേ എനിക്ക് വേണ്ടി. നമസ്കാരം. ഇത് പെന്തിക്കോസ് സമൂഹത്തെ കളിയാക്കുവാനോ അവരെ കുറ്റപ്പെടുത്തുവാനായിട്ടുള്ള ഒരു വീഡിയോ അല്ല. കാരണം പെന്തിക്കോസ് സമൂഹത്തിൽപ്പെട്ട എത്രയോ നല്ല പാസ്റ്റർമാര്, എത്രയോ നല്ല പ്രവർത്തകരുണ്ട്. ഒട്ടേറെ നന്മകളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന ആത്മീയ പ്രവർത്തകരുണ്ട്. അവരുടെ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ കൂട്ടത്തിൽ ചില കള്ളനാണയങ്ങൾ, ചില ഫ്രോഡുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അവരാണ് ക്രൈസ്തവ സഭയ്ക്ക് ആകമാനം നാണക്കേടുണ്ടാക്കി വെക്കുന്നത്. ലോകത്തിന് മുമ്പിൽ ക്രൈസ്തവ സഭയുടെ തലകുനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലും ഒക്കെ ചെന്ന് ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു 3-4 പേരെ പൈസ കൊടുത്തോ ഒക്കെ ഏതെങ്കിലും ഒരു പാവം പിടിച്ച കുടുംബത്തെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കുളത്തിൻ്റെയോ തോട്ടിൻ്റെയോ അവിടെ കൊണ്ടുപോയി മുക്കിയെടുത്തിട്ട് അതിൻ്റെ ഫോട്ടോയും എടുത്ത് താഴെ ഒരടിക്കുറിപ്പ്, ഇന്ത്യ മുഴുവൻ ക്രിസ്തുവിലേക്ക്, എന്നിട്ട് ഇത് അമേരിക്കയിലൊക്കെ അയച്ചു കൊടുക്കും. അവർ ആത്മീയ ചാരിറ്റി പ്രവർത്തനത്തിന് കാശ് കൊടുക്കും. പിന്നെ ഏതെങ്കിലും തിരുക്കോണിൽ ചെന്ന് കുറെ കുട്ടികളെ വിളിച്ച് അവിടെ കുത്തിയിരുത്തി കണ്ണടച്ച് ഇരുത്തിട്ട് എന്തെങ്കിലും ആഹാരമെല്ലാം കൊടുത്തതിന് ശേഷം ഫോട്ടോ എടുത്ത് അന്തർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ, അങ്ങനെ ഒത്തിരി തട്ടിപ്പ്. പിന്നെ അന്യഭാഷ എന്ന് പറഞ്ഞ രീതിയിൽ ചില കോമാളിത്തരങ്ങൾ, രോഗശാന്തി പറഞ്ഞ ചില കോമാളിത്തരങ്ങൾ. നോർത്ത് ഇന്ത്യയിലും ഇതുപോലുള്ള ചില പാസ്റ്റർമാർ കടന്നു ചെന്നിട്ട് ഒരുപാട് പ്രകോപനങ്ങളുണ്ടാക്കും. അവരുടെ ദൈവങ്ങളെ കുറ്റം പറയുക, അവരെ പ്രകോപിപ്പിക്കുക, എന്നിട്ട് എവിടെ ഒരു ഷെഡ് ഉണ്ടാക്കും അനധികൃതമായ സ്ഥലത്ത്. അത് ചിലപ്പം തല്ലിപ്പളിച്ചു നിൽക്കും, ചിലപ്പോൾ ഇവന്മാരെ എതിർക്കാൻ ചെല്ലുമ്പം ചിലപ്പോൾ അവിടെ ചില വിഷയങ്ങളുണ്ടാകും. രക്തസാക്ഷി എന്നുള്ള ഒരു പരിവേഷം, അതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്ത് ലോകത്തിലെ ഇന്ത്യ കത്തിയമരുന്നു, ഇവിടെ മതസ്പർദ്ധ വളരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും. അതിൻ്റെ അടിസ്ഥാന കാരണം ഇതുപോലെ പക്വതയില്ലാത്ത ആത്മീയ പ്രവർത്തകരാണ് എന്ന് പറയാതിരിക്കാൻ തക്കണം നിർവാഹമില്ല. ഈയിടെ ഒരു വീഡിയോ കാണുവാൻ ഇടയായി. എന്തായാലും അയാളെ ഇപ്പോൾ അറിയപ്പെടുന്നത് മണ്ണാങ്കട്ട പാസ്റ്റർ എന്നാണ്. എന്തായാലും അയാളുടെ വാക്കുകളിലേക്ക് തിരിയാം, എന്നിട്ട് ചില കാര്യങ്ങൾ അയാൾ അറിയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. അപ്പൊ ഈ ദേശത്ത് മൊത്തം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, ഈ ദേശത്ത് ഓർത്തഡോക്സുകാരും കത്തോലിക്കരും മർത്തോമാക്കാരേ ഉള്ളൂ എന്ന് ഈ ശബ്ദപരിധി കേൾക്കുന്നിടത്ത് അത്രേ ഉള്ളൂ എന്ന അറിവ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ളതാ എന്ന് സംസാരിക്കുന്നത്. അവന്റെ ടോണ് കേട്ടപ്പോഴേ മനസ്സിലായി അവന്റെ ഉദ്ദേശം എന്താണെന്ന്. അവന് ഓർത്തഡോക്സുകാരും കത്തോലിക്കരും മർത്തമക്കാരും ഒക്കെ ഉള്ളിടത്താണ് വന്നത്. അവിടെയുള്ള ചിലരെ കരകയറ്റുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. കരകയറ്റുക എന്ന് പറഞ്ഞാൽ സ്വച്ഛമായ ജലാശയങ്ങളിൽ നീന്തി കളിക്കുന്ന മീനുകളെ ചൂണ്ടലിട്ട് പിടിച്ച് കരയെത്തിക്കും. പിന്നെ ആ മീനിന്റെ ഗതി അറിയാമല്ലോ. അതേപോലെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചതാണ് ഇവൻ. എന്തിനാ എന്തുവാ സ്നാനം? ആർക്കറിയാ സ്നാനം? ഇവ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് എടാ എന്ന് പോലും പറയാൻ വയ്യാത്ത കൊച്ചിനെയും അല്ലെങ്കിൽ അവൻ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ തടിച്ച് മാമാ ജയിച്ച ഉണ്ടാക്കട്ട. എന്തിനാണ് മമ്മദിസ എന്നാണ് അവന്റെ അടുത്ത ചോദ്യം. അതിന്റെ ഉദ്ദേശം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതിരുന്നാൽ സ്വർഗരാജ്യം കാണുവാൻ തക്കൊന്നും സാധിക്കില്ല. എന്നിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറയാൻ അറിയില്ല, അതുകൊണ്ട് അവർക്ക് കൃപ കിട്ടത്തില്ല എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പ്രധാന ക്രൈസ്തവ സമൂഹങ്ങളാകുന്ന കത്തോലിക്കര്, ഓർത്തഡോക്സ്, യാക്കോബ, മർത്തോമ, CSI, ഈ സമൂഹങ്ങളെല്ലാം തന്നെ ശിശുക്കളെ സ്നാനത്തിൽ പിടി ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നവരാണ്. ശിശുക്കൾക്ക് അവരുടെ നിഷ്കളങ്കത അതിനേക്കാൾ വലുതൊന്നുമല്ല വലിയവരുടെ വക്രത. കർത്താവ് തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കും. പിന്നെ അവർക്ക് തിരിച്ചറിവ് ഉണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കൃപ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഈ പറയുന്ന മണ്ണാങ്കട്ട പാസ്റ്ററോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ മാതാപിതാക്കൾ ട്രിപ്പിൾ വാക്സിൻ എന്നൊരു വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ടോ? ജനിച്ച ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ എടുക്കുന്ന ഒന്നാണ്. ഈ എടുക്കുന്ന ഇഞ്ചക്ഷൻ പിള്ളവാദത്തിന്റെ മരുന്നാണെന്നോ അല്ലെങ്കിൽ വില്ലൻ ചുമപ്പിക്കുള്ള മരുന്നാണെന്നോ ഡിഫ്തീരിയക്കുള്ള മരുന്നാണെന്നോ ഇയാൾ അറിഞ്ഞുകൊണ്ടാണോ ആ ഇഞ്ചക്ഷൻ സ്വീകരിച്ചത്?
അറിഞ്ഞില്ലെന്നുകൊണ്ട് ഇയാൾക്ക് ആ മരുന്നിന്റെ എഫക്റ്റ് കിട്ടിയില്ലേ, പോട്ടെ. ഇയാൾ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടോ? ആ മുലപ്പാലിനകത്ത് ഇത്ര പ്രോട്ടീൻ ഉണ്ടെന്നോ, ഇത്ര മിനറൽസ് ഉണ്ടെന്നോ, ഇത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെന്നോ അറിഞ്ഞിട്ടാണോ ഇയാൾ മുലപ്പാൽ കുടിച്ചത്? പക്ഷെ അതിന്റെ ഗുണമൊക്കെ കിട്ടിയില്ലേ? എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ നിഷ്കളങ്ക ഭാവം മതി. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരിക, വെള്ളത്താലും ആത്മാവിനാലും ജനിപ്പിക്കുക എന്നുള്ളത്. യേശുവിന്റെ അമ്മയൊക്കെ വിശുദ്ധയാണ്. അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഞങ്ങളാ. ഏറ്റവും കൂടുതൽ വൃത്തിയേടാക്കിയത് ഇവിടുത്തെ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും യേശുവിന്റെ അമ്മയെ വൃത്തിയേടാക്കി കളഞ്ഞു. ഞങ്ങളാ അവരെ വിശുദ്ധയായിട്ട് അംഗീകരിക്കുന്നത്, ഞങ്ങളാ അവരെ ഫോളോ ചെയ്യുന്നത്. വിശുദ്ധ കന്യകമറിയാം വിശുദ്ധയാണെന്ന് അതിന് തന്നെ ഇപ്പൊ ഈയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണമെന്നില്ല. കാളകൻ സർപ്പമാണെന്നറിയാൻ നീർക്കോലിയുടെ സാക്ഷ്യം വേണമെന്നില്ല എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ലോകം മുഴുവനും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന വിശുദ്ധ അമ്മ, ആ അമ്മയുടെ മകനെ വിശുദ്ധയായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മാതാവിന്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് എഴുതുന്നുമുണ്ട്. അമ്പലത്തിൽ പെരുന്നാള് വേടി, പടക്കം, റാസ, ഡുണ്ടുണ്ടോ, പി പി പി. ഞങ്ങളുടെ ഇടവകയിൽ പുണ്യവാന്റെ പെരുന്നാൾ ഒരു വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ കൊണ്ടാടാറുണ്ട്. അതിന് റാസയൊക്കെ നടത്താറുണ്ട്. അതിനകത്ത് വെടിക്കെട്ടും ഒക്കെ ഉണ്ട്. എല്ലാം അങ്ങനെ 100% അതിനകത്ത് ഭക്തി നിർഭരമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നുമില്ല. അതിനകത്ത് കുറേ സന്തോഷമുണ്ട്. ഈ പെരുന്നാൾ വരുമ്പോൾ പള്ളിയൊക്കെ ഒന്ന് നല്ലവണ്ണം മോഡിഫൈ ചെയ്യും, അലങ്കരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ അതുപോലെ ഞങ്ങൾ അലങ്കരിക്കും. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ തന്നെയാണ്. അതിനകത്ത് കുറച്ച് സന്തോഷവും ആഘോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഡുണ്ടുണ്ടും പി 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 അതിനകത്ത് താൻ അത്രയ്ക്കൊന്നും പറയണ്ട. എല്ലാ ആഴ്ചയും എത്ര തമ്പാറുകളാ താങ്കളുടെ കൂട്ടായ്മ തല്ലിക്കയറുന്നത്? അത് ഡുണ്ടുമ്പും പി 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 അല്ലയോ? യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ജെറുസലേമിൽ ചെന്നപ്പോൾ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് അതിന്റെ മുമ്പിൽ നിന്ന് ആനന്ദ നൃത്തം ചെയ്തു. അത് ദാവീദിന്റെ ഭാര്യയായ മീഖളിന് അത്ര പിടിച്ചില്ല. അവൾ രാജാവിന്റെ മകളാണ്, ശൗലിന്റെ മകളാണ്. ഇതെല്ലാം കഴിഞ്ഞ് കയറി ചെന്നപ്പം അവൾ ഭർത്താവിനോട് പറഞ്ഞു, നാണമില്ല മനുഷ്യ, ഒരു സാധാരണക്കാരന്റെ കൂട്ട് ഈ സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിൽ കിടന്ന് തുള്ളിച്ചാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ആനന്ദത്തോടുകൂടി നൃത്തം ചെയ്യും. ക്രിസ്മസ് മണ്ണാങ്കട്ട. ക്രിസ്മസ് ഞങ്ങൾക്ക് മണ്ണാങ്കട്ടയല്ലടോ. ക്രിസ്മസിന് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും കയറാറുണ്ട്. കർത്താവിന്റെ സന്ദേശം ഞങ്ങൾ അറിയിക്കാറുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജാതനായിരിക്കുന്നു. അതൊരു സുവാർത്തയാടവും, അത് ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും. പണ്ട് ഞങ്ങളുടെ പുരുഷന്മാർ മാത്രമായിരുന്നു കരോളിനെ രാത്രി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങളുടെ സ്ത്രീകൾ ഇറങ്ങുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. അത് ഞങ്ങളുടെ സന്തോഷമാണ്. ഞങ്ങളുടെ നാഥന്റെ പിറന്നാളാണ്. ഞങ്ങളത് കൊണ്ടാടും. അത് നിനക്കെന്താ? നിന്റെ 3 കുർബാന മണ്ണാങ്കട്ട. കുർബാന ഞങ്ങൾക്ക് നാഥന്റെ തിരുശരീര രക്തങ്ങളാടോ. ഞങ്ങളത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ആത്മീയമായ ഒരു സന്തോഷമുണ്ട്. ഞങ്ങളത് അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ രോഗങ്ങൾ മാറുന്നുണ്ട്, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നുണ്ട്, ടെൻഷൻ മാറുന്നുണ്ട്, ഞങ്ങൾക്ക് ആത്മീയ ചൈതന്യം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് പാപമോചനം കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മണ്ണാങ്കട്ടയല്ലടോ. തൻ്റെ വിട്ടുള്ള വിവരദോഷികൾക്ക് അതങ്ങനെ തോന്നുമായിരിക്കും. എന്തേ ഈ വർഷം സ്വർഗത്തിൽ കയറ്റിയിട്ട് അടുത്ത വർഷം കയറിയില്ലയോ? അത് പിന്നെ എന്തോ നീ കുർബാന നടത്തുന്നത്? കർത്താവിനെ സ്വർഗത്തിൽ കയറ്റാനും ഇറക്കാനും ഒന്നും അല്ല കുർബാന. എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് താൻ പ്രസംഗിക്കാനും സുവിശേഷയിലൊക്കെ ഇറങ്ങുക. മൈക്രോഫോൺ കയ്യിലെടുത്തിട്ട് വായി വരുന്ന കോതയ്ക്ക് പാട്ടൊന്നും പറഞ്ഞ് ഇറങ്ങാതെ. നാളുപോലെ കർത്താവിനെ കൊണ്ടുവന്ന് തെണ്ടി വാതിലിൽ മുട്ടി പൈസ മേടിക്കുന്ന ഇടപാടൊക്കെ നിർത്തിക്കോണം. ഞങ്ങൾ ക്രിസ്മസ് കരോൾ ഇറങ്ങാറുണ്ട്. ഞങ്ങളുടെ ഇടവയിലെ വീടുകളിലാണ് ഞങ്ങൾ പോകാറുള്ളത്. പിന്നെ ആരെങ്കിലും സ്നേഹത്തോടെ ഞങ്ങളുടെ വീട്ടിലൂടെ കയറി പാടണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി പാടും. അല്ലാതെ അവിടെ വന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വാതിക്ക മുട്ടിക്കൊണ്ടൊന്നും ഞങ്ങളുടെ കരോൾ സംഘങ്ങളും ഞങ്ങളുടെ പള്ളിക്കാരൊന്നും അത്ര അന്തസ്സില്ലാത്തവരൊന്നുമല്ല. പള്ളി ഞങ്ങൾ കരോളിറങ്ങും. അതിന് ഞങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് സംഭാവന പള്ളിയിൽ കിട്ടാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. അത് ഞങ്ങൾ റെസിപ്റ്റ് കൊടുക്കാറുണ്ട്. അതിന് ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്. എന്നിട്ട് അതിന്റെ കണക്ക് ഞങ്ങളുടെ ഡയോസിസിൽ കൊടുക്കാറുണ്ട്, ഞങ്ങൾ സർക്കാരിനും കൊടുക്കാറുണ്ട്. എല്ലാം സുതാര്യമായിട്ട് ചെയ്യുന്നത്. തന്റെ 10 വിശ്വാസങ്ങൾ പിടിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതിനു ശേഷം കറക്റ്റ് ദശാംശം തന്നില്ലേ നിന്റെ പിള്ളാരിയത്ത് പോവും, നിന്റെ വീട്ടിൽ ദുരന്തം ഉണ്ടാകും, നിന്റെ വീട്ടിൽ നിന്ന് അത് മാറത്തില്ല, ശാപം മാറത്തില്ല, അനന്യാസിനെ സഫീറെ ഓർത്തോണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എത്ര പേരെ പറ്റിച്ചാടോ ജീവിക്കുന്നത്. അതൊക്കെ ആ വിശ്വാസികൾക്ക് അനുഭവിക്കാൻ വേണം. കത്തോലിക്കയിലും ഓർത്തഡോക്സിലും യാക്കോബയിലും ഒക്കെ നിൽക്കുമ്പം 50 രൂപ മാസവരി എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കാൻ മടിയാണ്. അതേസമയത്ത് പെന്തിക്കോസിലെന്ന് വന്നു കഴിഞ്ഞാൽ 25,000 രൂപ ശമ്പളം ഒരു മാസം കിട്ടുന്നവൻ 2,500 കൊണ്ട് കൊടുത്തണം, അല്ലെങ്കിൽ ഇവന്മാർ മേടിച്ചിരിക്കും. അതാണ്. അതൊന്നും തെണ്ടലൊന്നുമല്ല.
ദുഃഖ വെള്ളിയാഴ്ച അയ്യക്ക ആശാരി ഉണ്ടാക്കിയ കുരിശം വെച്ചിട്ട് അല്ലെ തലയെടുത്ത് ഓലക്കാലം കൊണ്ട് അയ്യക്ക താൻ വെറും ഒരു കൂപ്പമണ്ടൂകമാണെന്ന് എനിക്ക് തോന്നുന്നത്, കുളത്തിലെ തവള പോലെ. കാരണം ലോകമൊന്നും അറിയില്ല. താൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ചെല്ലടോ, അവിടുത്തെ പെന്തിക്കോസ് ഫെയ്ത്തുവമെല്ലാം ഒന്ന് നോക്ക്. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. എല്ലാ ഫെയ്ത്തുവമിന്റെ മുകളിലും ആശാരി ഉണ്ടാക്കി കുരിശുണ്ടോ. ഇന്ത്യക്ക് വെള്ളിലൊട്ടൊക്കെ ഒന്ന് വന്ന് നോക്ക്. കാരണം കുരിശ് വിലക്കിട്ടില്ലാത്ത രാജ്യങ്ങളിൽ എവിടെ വന്ന് നോക്ക്, എല്ലാ പെന്തിക്കോസ് ഫെയ്ത്തുവമിന്റെ മുമ്പിലും ആശാരി ഉണ്ടാക്കി കുരിശുണ്ടോ. കുരിശ് ഞങ്ങൾക്ക് രക്ഷയുടെ ആയുധമാണ്. ഞങ്ങളുടെ രക്ഷകൻ അതിൽ ബലിയായി തീർന്നത് കൊണ്ട് ഞങ്ങൾ അതിൽ കുരിശിനെ ഞങ്ങളുടെ രക്ഷയുടെ ആയുധമായിട്ടാണ്. എനിക്കോ നമ്മുടെ കർത്താവിന്റെ കുരിശിങ്കലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുതെന്ന് പരിശുദ്ധനായ പൗലോസ്ലേഖ പറഞ്ഞിട്ടുണ്ട്. ആ കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. ഞങ്ങളുടെ രക്ഷ കിട്ടിയതാണ് ആ കുരിശ്. നിനക്കത് വെറും മണ്ണാങ്കട്ടയായിരിക്കാം. എടാ, നിന്റെ അമ്പരചുംബിയോല ഉണ്ടാക്കിയ കൊത്തുപണിയും മിനുക്കുപണിയും അല്ലെങ്കിൽ ആശാരി ഉണ്ടാക്കിയ തട്ട ഉണ്ടാക്കിയ യേശുവിന്റെ രൂപവും മറിയത്തിന്റെ രൂപവും മണ്ണാങ്കട്ടയും വിഗ്രഹവും ഒക്കെ എടുത്ത് അടിച്ചെടുത്ത് അയ്യത്താണ്. താൻ ആദ്യം ഐഡൽ എന്താ, സിമ്പൽ എന്താണ് എന്നൊന്ന് പഠിച്ചിട്ട് എന്നിട്ട് പ്രസംഗിക്കാൻ നിൽക്കും. ഐഡൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ദൈവസങ്കല്പം ആവാഹിച്ചുകൊണ്ട് ആറാട്ട് നടത്തുക, നെയ്യഭിഷേകം ചെയ്യുക, എണ്ണയഭിഷേകം ചെയ്യുക, അതാണ് ദൈവം എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ ആരാധന കഴിക്കുന്നതിനെയാണ് ഐഡൽ എന്ന് പറയുന്നത്. എന്നാൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു വസ്തുവിൽ കൂടി വേറൊന്നിനെ കാണാൻ തക്കണം സാധിക്കുക എന്നുള്ളത്. കുരിശ് ഞങ്ങൾക്ക് ഐഡലല്ല, അതൊരു സിമ്പലാണ്. കുരിശിൽ കൂടി ക്രൂശിതനായവനെ കാണുക എന്നുള്ളതാണ്. മാതാവ് അല്ലെ പുണ്യാത്മാക്കൾ, അവർ ഞങ്ങൾക്ക് ഐഡലല്ല. അവർ ആർക്കു വേണ്ടി തങ്ങളുടെ ജീവനെ സമർപ്പിച്ചുവോ ആ നാഥനെ അവരിൽ കൂടി കാണുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബോധ്യമില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് വെറുതെ കിടന്ന് മെഴുകാതെ കർത്താവിന്റെ നിർമ്മല സുവിശേഷം വല്ലതും പ്രസംഗിക്കാനുണ്ടെങ്കിൽ പ്രസംഗിച്ച് പഠിക്കും. 8 കോടിയുടെ പള്ളി, 10 കോടി അല്ലെങ്കിൽ 10 കോടിയുടെ പള്ളി. ഉഡായിപ്പിൽ കൂടിയല്ല ഞങ്ങൾ കാശ് ഉണ്ടാക്കുന്നത്. സ്വർണ്ണവർജ്യമാണ്, അതൊന്നും വേണ്ട, അതൊന്നും ദൈവം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ നിന്ന് 4 പേരെയും കൊണ്ട് ആവരണം ഉരിയിച്ച് ബക്കറ്റിലിടും. അതിനുശേഷം ഇത് കണ്ടുകൊണ്ട് വേറെ കുറെ അമ്മാമ്മമാർ, അവർക്ക് അതിന്റെ വക്രതയൊന്നും അറിയത്തില്ല, അവരുടെ മാലയും വളയും എല്ലാം ഊരിയിട്ടുണ്ട് പോകും, അതടിച്ചുകൊണ്ട് പോകും. പിന്നെ ദൈവത്തിനാണെന്നും പറഞ്ഞ് ദശാംശമാണെന്നും പറഞ്ഞ് അത് ഇതുകൊണ്ട് പിരിച്ച് ബക്കറ്റിലിട്ടും ഒന്നും ഒരു കണക്കും കാര്യമില്ല, അത് കൊണ്ടുപോകും. എന്നിട്ട് പാസ്റ്റർ ഉണ്ടാക്കുന്ന വീട് 5 കോടിയുടെ അല്ലെ 8 കോടിയുടെ. അവന്റെ പ്രാർത്ഥനാലയം ചിലപ്പം ടാർപ്പായൊക്കെ ഇട്ട് ഉള്ളതായിരിക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കടോ, നീ നിനക്ക് മഹത്വം കൊടുക്കാതെ. ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ദേവാലയം ഞങ്ങൾ ഏറ്റവും സുന്ദരമായിട്ട് പണിയുന്നത്. അതിൽ തനിക്കെന്താ കുഴപ്പം? അതുകൊണ്ട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, മര്യാദയ്ക്ക് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ആത്മാക്കളെ പുതിയ വയൽ മേഖലകളിൽ പോകും. ഇവിടെ സന്തോഷമായിട്ട് ആരാധന കഴിച്ചു വരുന്ന ഞങ്ങളുടെ കത്തോലിക്കർ, ഓർത്തഡോക്സ്, യാക്കോബ, മർത്തമ്മക്കാര്, CSIക്കാര്, അവര് ജീവിച്ചോട്ടെ. അതിനകത്തുനിന്ന് ചൂണ്ടയിട്ടുകൊണ്ട് പോയിട്ട് ജീവിക്കാൻ നോക്കാതെ